നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെനാലി രാമൻ കഥയാണ്. അത് ഇങ്ങനെയാണ്. കൊട്ടാരത്തിൽ ചക്രവർത്തി തെനാലി രാമനെ നോക്കി. രാമൻ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. ചക്രവർത്തി രാമനോട് ചോദിച്ചു, രാമ, എന്താണ് നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത്? അപ്പോൾ രാമൻ പറയുകയാണ്, തിരുമേനി, എനിക്ക് വലിയ മനോവിഷമമുണ്ട്. എന്തു മനോവിഷമം? എൻ്റെ വൈദ്യൻ എന്നെ പരിശോധിച്ചിട്ട് ഒരു വിവരം അറിയിച്ചു. എനിക്ക് ഭയങ്കരമായ ഒരു രോഗം ബാധിച്ചിരിക്കുകയാണെന്ന് പോലും. രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലാതെ മാർഗവുമില്ലത്രേ. എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയെയും മകനെയും ആര് നോക്കും? അതാലോചിക്കുമ്പോൾ സഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ചക്രവർത്തി പറഞ്ഞു, രാമ, നിങ്ങൾ വെറുതെ ആലോചിച്ച് ദുഃഖിക്കരുത്. വൈദ്യൻ പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ല. അപ്പോൾ രാമൻ ചക്രവർത്തിയോടായിട്ട് പറഞ്ഞു, തിരുമേനി, ഈ വൈദ്യൻ ഇന്നോളം ഒരിക്കൽ പോലും തെറ്റിയിട്ടില്ല. അപ്പോൾ ചക്രവർത്തി പറയുകയാണ്, ഇനി നിങ്ങൾ മരിക്കുന്നു എന്ന് വെക്കൂ, നിങ്ങളുടെ കുടുംബം അനാഥമാവുകയൊന്നുമില്ല. അവരെ സംരക്ഷിക്കാൻ ആളുണ്ടാവും. ഏതാൾ, തിരുമേനി? രാമൻ ചക്രവർത്തിയോട് ചോദിച്ചു. ഞാൻ തന്നെ. ഒരു കാര്യം പറഞ്ഞാൽ പരിഭവിക്കരുത്, രാമൻ തിരുമേനിയോട് പറഞ്ഞു. ഞാൻ പരിഭവിക്കുകയില്ല രാമ, ചക്രവർത്തി പറഞ്ഞു. തിരുമേനി, അവിടുന്നും ആ ചൊല്ല് കേട്ടിരിക്കും, രാജാക്കന്മാരെ വിശ്വസിക്കരുത് എന്നുള്ള ചൊല്ല്. ചില രാജാക്കന്മാരെ സംബന്ധിച്ച് ആ ചൊല്ല് ശരിയായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ച് അത് തെറ്റാണ്. ഞാൻ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കും, ചക്രവർത്തി രാമനോട് പറഞ്ഞു. തെനാലി രാമൻ അത് വിശ്വസിച്ചതായി ഭാവിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു വർത്തമാനം നാട്ടിലാകെ പ്രചരിച്ചു. തെനാലി രാമൻ മരിച്ചുപോയി. എല്ലാവരും അത് വിശ്വസിച്ചു. കഷ്ടമായിപ്പോയി. വാസ്തവത്തിൽ രാമൻ മരിച്ചിട്ടൊന്നുമില്ല. ഒരു കുസൃതി പ്രയോഗിച്ചിരിക്കുകയാണ് തെനാലി രാമൻ. താൻ മരിച്ചെന്ന് കള്ളവാർത്ത പരത്തിയതും തെനാലി രാമൻ തന്നെയാണ്. അയാൾ ഒരു വലിയ പെട്ടി ഒഴിച്ച് അതിൽ കയറി കിടപ്പായി. പണമിട്ട് പൂട്ടുന്ന പെട്ടിയാണത്. എന്നിട്ട് ഭാര്യയ്ക്ക് ഒരു നിർദ്ദേശം നൽകി. നോക്ക്, ചക്രവർത്തിയുടെ ആൾക്കാർ വരാനിടയുണ്ട്. ഈ പെട്ടി വേണമെന്ന് അവർ പറയും. ഇതങ്ങ് കൊടുത്തേക്കണം. പെട്ടിയുടെ താക്കോൽ കയ്യിലുണ്ടല്ലോ. നീ ആദ്യം ഞാൻ കിടക്കുന്ന പെട്ടി പൂട്ടണം. അവർ വന്നാൽ താക്കോൽ മുദ്ര വെച്ചിട്ട് അവർക്ക് കൊടുക്കണം. ചക്രവർത്തിയുടെ സേവകന്മാരിൽ ചിലർക്ക് സന്തോഷമായി. രാജവിദൂഷകനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് അക്കൂട്ടർ. അയാൾ മരിച്ചതോടെ അവരുടെ ശല്യം തീർന്നു. ഒരു ദുർബാധയും കൂടി അവർ ചെയ്യാതിരുന്നില്ല. അവർക്ക് വലിയ സന്തോഷമാണ് രാമൻ്റെ മരണ വാർത്ത കേട്ടതു മുതൽ. അവർ ചക്രവർത്തിയുടെ മുമ്പിൽ ചില കള്ളത്തരങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. അവർ ചക്രവർത്തിയോട് പറഞ്ഞത് ഇതാണ്: രാമൻ വളരെയേറെ പണം സമ്പാദിച്ചിട്ടുണ്ട്. അധികവും അന്യായമായി സമ്പാദിച്ചതാണ്. എല്ലാം അയാൾ വലിയൊരു പെട്ടിയിൽ പൂട്ടി വച്ചിരിക്കുകയാണ്. ആ പണം ചക്രവർത്തി എടുക്കുന്നത് നന്നായിരിക്കും. ചക്രവർത്തി അവരുടെ ദുർബോധനയ്ക്ക് വഴങ്ങുക തന്നെ ചെയ്തു. തെനാലി രാമൻ്റെ പണപ്പെട്ടി കൊണ്ടുവരുവാൻ അദ്ദേഹം ആളുകളെ നിയോഗിച്ചു. അവർ രാമൻ്റെ വീട്ടിൽ ചെന്നു പണപ്പെട്ടി വഹിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. രാമൻ്റെ ഭാര്യയുടെ പക്കൽ നിന്ന് കിട്ടിയ മുദ്ര വെച്ച താക്കോൽ ചക്രവർത്തിക്ക് നൽകി. സേവകന്മാർ പെട്ടിക്ക് ചുറ്റും കൂടി നിന്നു. അവരുടെ ഭാവങ്ങളിൽ ആകാംക്ഷ പ്രതിഫലിച്ചിരുന്നു. രാമൻ്റെ സമ്പാദ്യം മുഴുവൻ ഇപ്പോൾ കാണാം. ചക്രവർത്തി താക്കോലെടുത്ത് പെട്ടി തുറന്നു. അതാ പെട്ടിക്കകത്തു നിന്ന് തെനാലി രാമൻ പുഞ്ചിരി തൂവിക്കൊണ്ട് എഴുന്നേറ്റ് വരുന്നു. കണ്ടുനിന്നവരുടെ കണ്ണ് തള്ളി. കൂട്ടത്തിൽ ചക്രവർത്തിയുടെയും. ഓഹോ, നിങ്ങൾ മരിച്ചില്ല അല്ലേ? ചക്രവർത്തി രാമനോട് ചോദിച്ചു. അപ്പോൾ രാമൻ നൽകിയ ഉത്തരമാണ് ഏറ്റവും രസകരം. മരിച്ചവർ എഴുന്നേറ്റ് വരാറില്ലല്ലോ തിരുമേനി. എല്ലാവരും മൗനം ഭജിച്ചു. തെനാലി രാമൻ പറഞ്ഞു നിർത്തി. തിരുമേനി, ഞാൻ മുമ്പ് ഒരു ചൊല്ല് ഉദ്ധരിക്കുകയുണ്ടായി. രാജാക്കന്മാരെ വിശ്വസിക്കരുത് എന്ന ആ ചൊല്ല് ഇപ്പോൾ ശരിയായി. അവിടുത്തെ പോലുള്ള രാജാവിനെ എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷകനാക്കുക. ആ സമാധാനത്തോടുകൂടി ഞാൻ മരിക്കുക. എന്തൊരബദ്ധമാകുമായിരുന്നു.
ഇത്രയും കൂടി തെനാലിരാമൻ രാജാവിനോട് പറഞ്ഞു. രാജാവും സേവകന്മാരും ആകെ എളിഭ്യരായി അവിടെ നിന്നു. ഇത് തെനാലിരാമനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.